എല്ലാവർക്കും പി എസ് സി ചലഞ്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 ജനുവരിയിലെ കറണ്ട് അഫേഴ്സ് ആട്ടോ. ഒരു 10 കറണ്ട് അഫേഴ്സാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങിയാലോ. നിലവിലെ കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ. മറന്നുപോലെ, നിലവിലെ കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ. നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദർ. നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദർ. നിങ്ങൾ നിയമനങ്ങൾ മറന്നു പോകാൻ പാടില്ല കേട്ടോ. പി എസ് സിക്ക് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് നിയമനങ്ങൾ. അതുകൊണ്ട് ഈ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ മറക്കരുത്. ഇപ്പോഴത്തെ കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദർ. ഫെബ്രുവരി 7 നടക്കുന്ന ബജറ്റിന് മുന്നോടിയായി നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിൽ നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിക്കുന്നത് ഗവർണറാട്ടോ. ഫെബ്രുവരി 7 നടക്കുന്ന ബജറ്റിന് മുന്നോടിയായി നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിൽ നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിക്കുന്ന ഗവർണർ. അത് ഓൾറെഡി നടന്നു കേട്ടോ. അപ്പോൾ ഇത് ഗവർണറാണ് നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിച്ചത്. നമ്മുടെ ഗവർണർ ആരാ? രാജേന്ദ്ര അർലേക്കർ. അന്തരിച്ച എഴുത്തുകാരൻ MD വാസുദേവൻ നായരുടെ സ്മരണയ്ക്കായി സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിക്ക് നൽകുന്ന പേര് MD നിള. എന്താ ക്വസ്റ്റ്യൻ? അന്തരിച്ച എഴുത്തുകാരൻ MD വാസുദേവൻ നായരുടെ സ്മരണയ്ക്കായി സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിക്ക് നൽകുന്ന പേരാണ് MD നിള. 148ാമത് ജന്മദിനം ആചരിക്കുന്ന നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനും നവോത്ഥാന നായകനുമായ വ്യക്തി മന്നത്ത് പത്മനാഭൻ. 148ാമത് ജന്മദിനം ആചരിക്കുന്ന നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനും നവോത്ഥാന നായകനുമായ വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. 2025 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായ ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. മറന്നു പോകാൻ പാടില്ല. ഹരിവരാസന പുരസ്കാരം എല്ലാ PSC ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കാണുന്നതാണ്. PYQസിൽ അപ്പത്തെ കറണ്ട് അഫേഴ്സിൽ വരുന്ന ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇത് നിങ്ങൾ മറന്നു പോരുത് കേട്ടോ. 2025 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായ ഗാനരചയിതാവാര കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. റവന്യൂ രേഖകളിൽ ഹിൽമൻ സെറ്റിൽമെൻറ്റ് എന്ന രേഖപ്പെടുത്തിയിരിക്കുന്ന ഭൂമിയിൽ 5 ഏക്കർ വരെ ആദിവാസികൾ ഉൾപ്പെടെയുള്ള പട്ടിക ഗോത്രവർഗക്കാരല്ലാത്തവർക്ക് പതിച്ചു കൊടുക്കണമെന്ന് റവന്യൂ വകുപ്പ് വ്യക്തമാക്കി. എന്താ? റവന്യൂ രേഖകളിൽ ഹിൽമൻ സെറ്റിൽമെൻറ്റ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭൂമിയിൽ 5 ഏക്കർ വരെ ആദിവാസികൾ ഉൾപ്പെടെയുള്ള പട്ടിക ഗോത്രവർഗക്കാരല്ലാത്തവർക്ക് പതിച്ചു കൊടുക്കണമെന്ന് റവന്യൂ വകുപ്പ് വ്യക്തമാക്കി. അടുത്ത ക്വസ്റ്റ്യന്, P ജയചന്ദ്രൻ അന്തരിച്ചതെന്ന്. എന്നാ P ജയചന്ദ്രൻ അന്തരിച്ച്? 2025 ജനുവരി 9. മറക്കല്ലേ. P ജയചന്ദ്രൻ അന്തരിച്ചത് 2025 ജനുവരി 9. ഇദ്ദേഹം 1972, 1978, 1999, 2004, 2015 മികച്ച ഗായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടി. 2020 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചു. P ജയചന്ദ്രൻ അന്തരിച്ച എപ്പോഴാണ്? 2025 ജനുവരി 9. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? നമ്മുടെ കേരള ഗവർണർ അല്ലേ? നമ്മുടെ കേരള ഗവർണർ ആരായിരുന്നു? രാജേന്ദ്ര അർലേക്കർ. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ? നിതിൻ മധുകർ ജാംദർ. അന്തരിച്ച എഴുത്തുകാരൻ MD വാസുദേവൻ നായരുടെ സ്മരണയ്ക്കായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിക്ക് നൽകിയ പേരെന്താ? MD നിള. 148ാമത് ജന്മദിനം ആചരിക്കുന്ന നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനും നവോത്ഥാന നായകനുമായ വ്യക്തിയാരാ? മന്നത്ത് പത്മനാഭൻ. 2025 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായതാരാ? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. P ജയചന്ദ്രൻ അന്തരിച്ചത് 2025 ജനുവരി 9. ഇനി അടുത്ത ക്വസ്റ്റ്യനെ, രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിൽ നിന്ന് തങ്കവീണ സമ്മാനമായി നേടിയ 2025 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത വീണ വിദൂഷി N ലളിത. എന്താ ക്വസ്റ്റ്യൻ? രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിൽ നിന്ന് തങ്കവീണ സമ്മാനമായി നേടിയ 2025 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത വീണ വിദൂഷി N ലളിത.
കൊളീജിയം നൽകിയ ശുപാർശ സർക്കാർ അംഗീകരിച്ചതോടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ഉത്തരവ് പ്രകാരം സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായ മലയാളി ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ. മറന്നുപോലെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെക്കണേ. കൊളീജിയം നൽകിയ ശുപാർശ സർക്കാർ അംഗീകരിച്ചതോടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ഉത്തരവ് പ്രകാരം സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായ മലയാളി ആരാ? ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ. നിങ്ങളിത് മറന്നുപോലെ, കാരണം ഇനി വരുന്ന എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്, അതുകൊണ്ട് മറന്നു പോകാൻ പാടില്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ പുരസ്കാരം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് ഏറ്റുവാങ്ങിയ മലയാളി സ്കൈ ഡൈവർ ജിതിൻ വിജയൻ. ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ പുരസ്കാരം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് ഏറ്റുവാങ്ങിയ മലയാളി സ്കൈ ഡ്രൈവറാണ് ജിതിൻ വിജയൻ. ചരിത്രകാരനും MES സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്ന പ്രൊഫസർ കടവനാട് മുഹമ്മദിൻ്റെ പേരിലുള്ള പുരസ്കാരം നേടിയത് ശശി തരൂർ. ശശി തരൂരാട്ടോ. 1,00,000 രൂപയാണ് പുരസ്കാരം. ചരിത്രകാരനും MES സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്ന പ്രൊഫസർ കടവനാട് മുഹമ്മദിൻ്റെ പേരുള്ള പുരസ്കാരം നേടിയതാര? ശശി തരൂർ. നിലവിലെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ്. നിലവിലെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആരാ? ഡോക്ടർ സിസ തോമസ്. അപ്പം നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആട്ടോ പഠിച്ചത്. എന്തൊക്കെയായിരുന്നു ഒന്നും കൂടെ നമുക്കൊന്ന് റിവിഷൻ ചെയ്താലോ? കേരള ഗവർണർ ആരാ? രാജേന്ദ്ര അർലേക്കർ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാ? നിതിൻ മധുകർ ജാംദർ. അന്തരിച്ച എഴുത്തുകാരൻ MD വാസുദേവൻ നായരുടെ സ്മരണയ്ക്കായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിക്ക് നൽകിയ പേരെന്താ? MD നിള. 148ാമത് ജന്മദിനം ആചരിക്കുന്ന നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനും നവോത്ഥാന നായകനുമായ വ്യക്തി ആരാ? മന്നത്ത് പത്മനാഭൻ. 2025 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായ ഗാനരചയിതാവാരാ? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഇത് നിങ്ങൾ മറന്നു പോകാൻ പാടില്ല, നിങ്ങൾ എഴുതി വെച്ച് പഠിക്കണം കേട്ടോ. ഹരിവരാസന പുരസ്കാരം മിക്കപ്പോഴും ചോദിക്കാറുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾ മറന്നു പോരുത്, വീണ്ടും വീണ്ടും വായിച്ച് പഠിക്കുക കേട്ടോ. P. ജയചന്ദ്രൻ അന്തരിച്ചത് 2025 ജനുവരി 9. രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിൽ നിന്ന് തങ്കവീണ സമ്മാനമായി നേടിയ 2025 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത വീണ വിദൂഷി N. ലളിത. കൊളീജിയം നൽകിയ ശുപാർശ സർക്കാർ അംഗീകരിച്ചതോടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ഉത്തരവ് പ്രകാരം സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായ മലയാളി ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഉറപ്പായിട്ട് ഇത് പഠിച്ചു വെക്കണം കേട്ടോ. ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ പുരസ്കാരം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് ഏറ്റുവാങ്ങിയ മലയാളി സ്കൈ ഡ്രൈവർ ജിതിൻ വിജയൻ. ചരിത്രകാരനും MES സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്ന പ്രൊഫസർ കടവനാട് മുഹമ്മദിൻ്റെ പേരുള്ള പുരസ്കാരം നേടിയത് ശശി തരൂർ. നിലവിലെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? നമ്മൾ 10 കറണ്ട് അഫേഴ്സ് പഠിച്ചിട്ടുണ്ട്. ബാക്കി നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും കേട്ടോ. എല്ലാവരും പറ്റുന്നവരെല്ലാവരും എഴുതി വെച്ച് പഠിക്കുക കേട്ടോ. കറണ്ട് അഫേഴ്സിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി വരുന്ന ഡിഗ്രി പ്രിലിംസിനായിക്കോട്ടെ, +2 പ്രിലിംസിനായിക്കോട്ടെ, എല്ലാത്തിനും കറണ്ട് അഫേഴ്സ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും നന്നായിട്ട് എഴുതി വെച്ച് പഠിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്